ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കിച്ചീസ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Jumping on the bird, one fell down and bumped his head. Mama called the doctor and doctor said, "No more monkeys jumping on the bed." Four little monkeys jumping on the bird. One fell down and bumped his head. Mama called the doctor and doctor said, "No more monkeys jumping on the bed." Three little monkeys jumping on the bird. One fell down and bumped his head. Mama called the doctor and doctor said, "No more monkeys jumping on the bed." Two little monkeys jumping on the bird. One fell down and bumped his head. Mama called the doctor and doctor said, "No more monkeys jumping on the bed." One little monkey jumping on the bird. One fell down and bumped his head. Mama called the doctor and doctor said, "No more monkey jumping on the bed." അവനെ ഇങ്ങനെ നേഴ്സറി സോങ്സൊക്കെ കൊച്ചിലെ തൊട്ടേ ഡെയിലി കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്കത് മലയാളം പാട്ടിനെക്കാട്ടും ഇംഗ്ലീഷ് പാട്ടാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് നേഴ്സറി സോങ് അവന് ഇഷ്ടം തോന്നുന്നു, കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളിങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് എങ്ങനെ പാടിക്കൊടുത്ത് ഭയങ്കര സന്തോഷമാണ്. ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ചിരിയാണ്, പക്ഷെ അതിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ആരും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം കേൾക്കുന്നതുകൊണ്ട് നല്ല ചിരിയാണ്, ഉറക്കിങ്ങ് ചിരിക്കും. അതെ. അപ്പോൾ ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പയറുകറിയായിരുന്നു കേട്ടോ. അപ്പം പയറുകറി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി. അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട്, എന്താ പറയുക, ഒത്തിരി തിരക്കൊക്കെ ഉള്ള സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പയറുകറി വെക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മളിത് ഇന്നലെ നമ്മൾ തോരൻ ഉണ്ടാക്കിയപ്പോൾ പയർ തോരമായിട്ട് കഞ്ഞി പയറുമായിരുന്നു. അപ്പോൾ പയർ തോരൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ പയർ വേവിച്ചു. അപ്പോൾ കുറച്ചത് അധികം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പം രാവിലെ ചപ്പാത്തിക്ക് പയർ കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് വെക്കുന്നത് പറഞ്ഞാൽ വറവൊക്കെ തയ്യാറാക്കിയ ശേഷം നമ്മളൊരു സവാള മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള നമ്മളൊന്ന് വഴറ്റുക. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചി ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചി ഇടാമേ. അപ്പോൾ നമ്മൾ ഇഞ്ചി ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പം ഇഞ്ചി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ടാലും നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും പയറ് തുമര അങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഒന്ന് വഴറ്റുകയാണ്. അപ്പം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ പയർ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ. അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. തക്കാളി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ നമ്മൾ പയറുകറി ഉണ്ടാക്കുമ്പോൾ തക്കാളിയൊക്കെ ചേർത്തുണ്ടാക്കും. ഇത് വേറെ രീതിയിൽ, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആണ്. ഇപ്പോൾ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഒരു 2 സ്പൂണ് മുളക് പൊടിയും കൂടെയാണ് ഇട്ടത്. അപ്പോൾ ഇതിന് മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും മസാലപ്പൊടി ഒന്നും നമ്മൾ ചേർക്കുന്നില്ലേ, വളരെ സിമ്പിളാണ്. അപ്പോൾ ആ മുളക് പൊടിയൊക്കെ ചേർത്ത് ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് അപ്പോൾ അതുവഴി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിത് ആ പയറിത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിച്ച പയർ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നിട്ട് നമ്മൾ കറിക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിക്കും. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കാതിരിക്കുന്നത് നല്ലത്. തിളപ്പിച്ചാറിയ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, കാരണം നമ്മൾ പയർ ഓൾറെഡി വേവിച്ച് വെച്ചതല്ലേ. അപ്പോൾ വെറുതെ പച്ചവെള്ളം ഒഴിച്ചാൽ അതത്ര സുഖമില്ല. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നമുക്ക് കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ മതി, അത്രയും വളരെ സിമ്പിളാണ് ഇത് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ആ കറിവേപ്പിലയുടെ മണമൊക്കെ വരാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് തിളച്ചൊന്ന് കുറയുക. അപ്പം നമുക്ക് ഒത്തിരി കൊഴുത്ത ഇഷ്ടമെങ്കിൽ ഒത്തിരി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. നമുക്കിവിടെ ചപ്പാത്തിക്ക് ഇച്ചിരി ഒരു വെള്ളം വേണം.
എല്ലാവർക്കും വെള്ളം വേണം, ചപ്പാത്തി ഒന്ന് കുതിരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത്. ഇപ്പോൾ ലാസ്റ്റിൽ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊന്നും തേങ്ങാപ്പാലൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്തൊന്നുമില്ല. നമ്മളിപ്പോൾ തോരനും കൂട്ടാനൊക്കെ തേങ്ങ തിരിഞ്ഞപ്പോൾ അതിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തു. അത് വീണ്ടും കറിയൊന്ന് ഒന്ന് കുറുകി വരണം. ഉപ്പൊക്കെ നോക്കാം, ഉപ്പൊക്കെ പോരാമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളിതാ വളരെ വേഗം നമ്മൾ പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പയർ കറി ഇങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ തയ്യാറാക്കി നോക്കും. നല്ല ടേസ്റ്റുമാണ്, വളരെ വേഗവുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ റൈറ്റ് സൈഡിൽ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുത്തുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു ടാറ്റാ.